പൂഞ്ഞാറിൽ ഇത്തവണ മികച്ച വിജയം തനിക്കുണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി PC ജോർജ് പറയുന്നു. താൻ MLA ആയിരുന്നപ്പോൾ നടത്തിയ വികസനം മാത്രമേ പൂഞ്ഞാറിൽ വന്നിട്ടുള്ളൂ. ഇത്തവണ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ കൂടുതൽ വോട്ട് ലഭിക്കുമെന്നും PC ജോർജ് 24 പ്രതീക്ഷ പ്രകടിപ്പിച്ചു. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് PC ജോർജ്. എന്തായാലും വാഹന പ്രചരണം ആവേശകരമായി മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയുണ്ട്? ജയിച്ചെന്നു ഒരു സംശയം, നല്ല ഭൂരിപക്ഷം ജയിക്കാൻ പറ്റും. കഴിഞ്ഞ തവണ ഒരു നിസ്സാര വോട്ടുകൾക്കാണ് രണ്ടാം സ്ഥാനത്തേക്ക് പോയത്. ഒരു പ്രശ്നമില്ല, വളരെ ഈസി ആയിട്ട് ജയിക്കും, ഒരു പ്രശ്നമില്ല. ഇത്തവണ RSSന്റെയും BMSന്റെയും BJPയുടെ ഒക്കെ പ്രവർത്തകർ 100% ആത്മാർത്ഥമായിട്ട് ഫീൽഡുണ്ട്. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നു? നിലവിലെ MLA വികസനത്തിന്റെ കാര്യം പറഞ്ഞാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അത് അയാളെ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. 5 കൊല്ലം ഉണ്ടായിരുന്നല്ലോ, 4.25 കൊല്ലം വേറെ പണിക്കുക. ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയാനാണ്, ഞാൻ പറയുന്നില്ല. പക്ഷെ 3 മാസമായിട്ട് ഇപ്പോൾ കല്ലിടിയിൽ വട്ടടക്കുക. അയാളെ ഒരു പുസ്തകം അടിച്ചിറങ്ങി എത്ര ലക്ഷം രൂപ മുടക്കിന്ന് അത് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് കാശുണ്ട്, കാരണം അതാണല്ലോ ഇടപാട്. അതിനകത്ത് വികസന പദം 5 കൊല്ലം മുമ്പ് ഞാൻ അടിച്ചിറക്കിയ ഒരു വികസന രേഖയുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞ വർക്കുകളാണ് ഇടയിൽ പകുതിയിലധികവും. പിന്നെ കൂടുതൽ പറയണം. എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും സെബാസ്റ്റ്യൻ എന്നുള്ള പേരിലാണ് വന്നേക്കുന്നത്. അതൊരു ഗുണമായി മാറും? അതിനൊന്നും കാര്യമില്ല. ഇപ്പം കുത്തല്ലേ, അങ്ങനൊന്നും വോട്ട് പോയാല. വല്ലതും 100-500 വോട്ട് പോകും, അതുകൊണ്ടും പോയാൽ. എൻ്റെ അടുത്ത് എത്ര പേരൊന്നും ഈ സെബാസ്റ്റ്യൻ നോമിനേഷൻ കൊടുക്കാൻ അതിനൊന്നും എന്നെ കിട്ടുകയെന്ന് തോന്നും. കള്ളത്തരത്തിൽ എനിക്ക് ജയിക്കണ്ട, നേരായ മറക്കത്തിൽ ജനം വോട്ട് ചെയ്താൽ ജയിച്ചാൽ മതി. പാലായിലേക്ക് നരേന്ദ്രമോദി എത്തുന്നു എന്ന് പറയുന്നു, പൂഞ്ഞാറിലേക്ക് ഉണ്ടാവും. അങ്ങനെ എല്ലായിടത്തും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദിജി, അല്ലാതെ വാർഡ് പ്രസിഡന്റ് അല്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും പറ്റുകയില്ല. നരേന്ദ്രമോദി കോട്ടയം ജില്ലയ്ക്ക് എല്ലാം കൂടെ ഒറ്റ വരവ് പാല. അത്ര പാലായിലെ അവസ്ഥ എന്താണ്, അതുകൂടി ചോദിക്കണമല്ലോ. പാലായിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഏതായാലും നിയമസഭ കാണും, ഷോട്ട് കാണും. എന്തായാലും അതാണ് ആത്മവിശ്വാസം. പൂഞ്ഞാറിൽ ഇത്തവണയും PC ജോർജ് തന്നെ നിയമസഭയിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ പാലായിൽ നിന്ന് ഷോൺ ജോർജും എത്തുമെന്നും PC ജോർജ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹന പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ നീടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.